ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പം നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ട്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരുന്നത് എപ്പോഴാണ്, പ്രസൻ്റ്ലി ഉള്ള ആ ഒരു സിറ്റുവേഷൻ എനർജി എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം ഫയൽ റീഡിങ് ചെയ്യാം നമുക്ക്, മീൻസ് ഗ്രൂപ്പായിട്ട് ചെയ്യാം. ഞാൻ 3 കാർഡ്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. 3 ഗ്രൂപ്പുകളാണ്. ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ ഒരു കാർഡാണ്. നിങ്ങൾക്ക് ഈ കാർഡാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളതെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 1 ആണിത്. ആൻഡ് സെക്കൻഡ് വന്നിട്ട് ഈ ഒരു കാർഡ്സുകളാണ്. സോ ഈ ടാരോട്ട് കാർഡാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇത് ഗ്രൂപ്പ് നമ്പർ 2 ആണ്. ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3 ഈ ഒരു കാർഡാണ്. ഓക്കെ, അപ്പം വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സണിനെ മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവന്നുകൊണ്ട് ഒരു കാർഡ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഈ ടാരോട്ട് കാർഡ്സിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2, ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾ സെലക്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. സോ നമുക്കൊരു ഗ്രൂപ്പ് നമ്പർ 1ൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. ഒന്ന് ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്തിട്ട് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ റീഡിങ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പേഴ്സൺ എനർജിയും നിങ്ങളുടെ എനർജിയും എന്താണെന്നുള്ളത് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ ഒരു റിയൂണിയൻ ഉണ്ടോ, റിയൂണിയൻ ഇല്ലേ, ഒരു പൂർണ്ണമായിട്ടുള്ള ബ്രേക്കപ്പിലാണോ ഉള്ളത്, അല്ലെങ്കിൽ എന്താണ് സിറ്റുവേഷൻ, കറൻറ്റ് എനർജി എന്താണ്, എപ്പോഴാണ് സ്ട്രോങ് ആയിട്ടുള്ളത്. ഇപ്പം കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിപ്പോൾ നല്ല രീതിക്കല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിലേക്ക് എപ്പോഴാണ് വരിക എന്നുള്ളത് നോക്കാം. മൂന്ന് കാർഡ്സ് കിട്ടി. നിങ്ങളുടെ എനർജി എടുത്തപ്പോൾ 3 കാർഡ്സാണ് കിട്ടിയത്. മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക്. സോ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജീനകത്ത് എനിക്ക് വന്നിട്ടുള്ളത് ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് ആണ്. അവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചേഞ്ചിനെയാണ് ഇവിടെ കാണിക്കുന്നത്. കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ഒരാൾക്ക് കൺഫ്യൂഷൻ മാറിയിട്ടുണ്ട്. മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് അവരെന്തൊക്കെയോ അവരുടെ ലൈഫിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളതായിരിക്കാം. വീട്, കാറ്, അല്ലെങ്കിൽ ജോലി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു, തേർഡ് പാർട്ടി ആയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അവർക്കതിപ്പോൾ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ എനർജി നോക്കുന്ന സമയത്ത് എനിക്കിവിടെ ട്രൂത്തും ഷാഡോയും ട്രാപ്പ്ഡ് ഇൻ ഫിയറും ആണ് എനിക്ക് കിട്ടിയത്. അപ്പം നിങ്ങളുടെ എനർജി നോക്കുമ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു ഷാഡോ എനർജി വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ട് ട്രോമയിലേക്കൊക്കെ പോയിട്ടുണ്ടാകാം. അതായത് നിങ്ങൾക്കിത് ഭയങ്കരമായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിനെ എഫക്റ്റ് ആയിട്ടുണ്ടാകാം. അവർ തമ്മിലുള്ളൊരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ അവർ നിങ്ങളെ മനസ്സിലാക്കാത്ത സിറ്റുവേഷൻസ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്ന് ഇവിടെ ഓൾറെഡി കണ്ടല്ലോ. ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നതാണല്ലോ ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഇങ്ങനെ എന്തോ ഒരു സിറ്റുവേഷൻ. അതിപ്പം അവർക്ക് ആ ഒരു ചേഞ്ച് അവർക്ക് കിട്ടി തുടങ്ങി, അതിലൊരു മാറ്റം. ഇപ്പം ഇന്ന കാരണം കൊണ്ട് ഞാൻ മാറി നിൽക്കുകയാണ് എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അതിലൊരു ചേഞ്ച് ഉണ്ട്, അവർക്കത് കിട്ടി തുടങ്ങി, അവരതിൽ സ്റ്റെബിലിറ്റി വന്നു തുടങ്ങി എന്നുള്ളത്. പക്ഷേ അത് ഇല്ലാത്ത സമയത്ത് ആ ഒരു സ്ട്രഗിളിങ് സിറ്റുവേഷനിലൂടെ നിങ്ങളുടെ പേഴ്സൺ പോയപ്പം അവർ നിങ്ങളടുത്തും അതേപോലെ തന്നെ നിങ്ങളെ വേണ്ട എന്ന് വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ അവോയ്ഡ് ചെയ്യുകയോ നിങ്ങളെ സെക്കൻഡ് ഓപ്ഷനായിട്ട് വെക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം അത് നിങ്ങളുടെ ലൈഫിനെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. ഇപ്പം ഈവൻ അവർ നിങ്ങളുടെ അടുത്തോട്ട് തിരിച്ചു വന്നാലും, ഇതെല്ലാം കിട്ടിയിട്ട് തിരിച്ചു വന്നാലും
നിങ്ങളുടെ അടുത്തോട്ട് വരുമ്പോൾ നിങ്ങൾക്കൊരു പേടിയാണ്. നിങ്ങൾക്ക് പിന്നെയും ഇത് ട്രാപ്പായി പോകുന്നതാണോ, അല്ലെങ്കിൽ പിന്നെയും ഇതേ ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷനിലൂടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഡിപ്രഷനിലൂടെ പോയതായിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തതായിരിക്കാം. പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് പോയിട്ടുണ്ടാകാം ഈ ഒരു ബന്ധം കാരണം. ഓക്കെ, അപ്പം നിങ്ങളുടെ ഉള്ളിൽ ഒരു ഷാഡോ പോലെ അതിങ്ങനെ നിൽക്കുന്ന ഒരു എനർജിയാണ്. സ്നേഹമുണ്ട് ഒരുപാടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ട്രൂത്തിലേക്ക് വരാൻ അല്ലെങ്കിൽ ആ ഒരു ജസ്റ്റിസിലേക്ക് വരാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഓക്കെ, എന്തായാലും ഇവർക്ക് ഇവിടെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ഒരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ ആ ഒരു രീതിയിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർ ഓക്കെയാണ്, അവർ സന്തോഷത്തോടെ വന്ന് നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സത്യമാണ്. അതിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ അവരോടുള്ള അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരു ട്രോമ പോലെ അല്ലെങ്കിൽ ഹീലാവാതെ ഒരു നിഴല് പോലെ ഇരുട്ട് പോലെ കിടക്കുകയാണ് എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മേ ബി അത്രയും അനുഭവിച്ചത് കൊണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പ് കാരണം. ഇനി നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷനിലൊക്കെ നിൽക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ റീയൂണിയൻ നടക്കുമോ അല്ലെങ്കിൽ റീയൂണിയൻ പോസിബിലിറ്റി എന്താണ് എന്നുള്ളത് നോക്കാം. അവരുടെ ആ ഒരു തോട്ട്സോ അങ്ങനെയൊക്കെയുള്ളത് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള റീഡിംഗ് ആണിത്. ഡെവിൾ കാർഡാണ് എനിക്ക് ഫസ്റ്റ് തന്നെ വന്നത്. സോ ഇപ്പോഴും ഇവിടെ നിങ്ങളുടെ എനർജിയിൽ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതായത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കൊരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാവുക. ഓക്കെ, അത് വന്ന സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടാണെങ്കിലും ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ബേസ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ഡെവിൾ എനർജി വരുന്നുണ്ട്. അതൊരു കൺട്രോളിങ് കാർഡാണ്. ഇപ്പോഴും മനസ്സിനെ ഓക്കെ ആക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, റിയാലിറ്റിയിലേക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലാത്തൊരു എനർജി ആയിരിക്കും. സോ ഇപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റിലല്ല ഇപ്പോൾ ഉള്ളത്, കുറച്ച് പ്രശ്നങ്ങളാണ്, ഒരു ഓൺ ആൻഡ് ഓഫ് ഒക്കെ ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം സമയം അനുകൂലമല്ല എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഓക്കെ, അതായത് ഇപ്പം നിങ്ങൾക്ക് സന്തോഷകരമാവാനുള്ള ചാൻസ് കുറവാണ് എന്നുള്ളത്. അവർക്ക് ചേഞ്ച് വന്നാലും ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന സിറ്റുവേഷൻ എന്താണോ അത് നിങ്ങൾക്ക് സ്റ്റിൽ ഒന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോകേണ്ടി വരും, അല്ലെങ്കിൽ സ്ട്രഗ്ലിംഗ് പോലെ ഉണ്ടാകും. അതിൻ്റെ റീസൺ ഒന്ന് കാണിക്കുന്നത് നിങ്ങളുടെ മനസ്സ് തന്നെയാണ്. സോ നിങ്ങൾക്കത് ഓവർകം ചെയ്യാം, ഹീൽ ചെയ്യാം. ഓക്കെ, കാരണം പേഴ്സൺ പോസിറ്റീവ് ആകുമ്പം നിങ്ങൾ നെഗറ്റീവിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകാം, പേടി ഉണ്ടാകാം. ഒന്നും കൂടി ഇതുപോലെ തന്നെ പിന്നെയും ചെന്നിട്ട് നിങ്ങൾക്ക് പിന്നെയും അതിൽ ഇങ്ങനെ ഇതായി പോകുന്നുള്ള പേടി ഉണ്ടാകും. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പം അങ്ങനെ ഒരു എനർജി ഉണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു നെഗറ്റീവിൽ ഈ ട്രസ്റ്റ് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഹീലാകാതെ, ഓക്കെ, ട്രസ്റ്റ് ചെയ്ത് അവരുടെ കൂടെ പോകണമെന്നല്ല, നിങ്ങൾ ഈ ഒരു ഉള്ളിലുള്ള ഷാഡോനെ എടുത്തു കളയാതെ ഒരു ട്രോമ പോലെ ഉള്ളിൽ വെച്ചിട്ട് ആ ഒരു നെഗറ്റീവ് എനർജി കാരണം നിങ്ങൾക്കിപ്പോൾ റിയൂണിയൻ അല്ലെങ്കിൽ സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് വരുന്നത് നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഡിലേ ആവുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഹീൽ ചെയ്യുക കേട്ടോ. ടു ഓഫ് വൺസ് ആണ്. വെയിറ്റ് ചെയ്യുന്നുണ്ട്, റിലേഷൻഷിപ്പ് ഒന്ന് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വെയിറ്റിംഗ് മാത്രം ചെയ്തിട്ട് കാര്യമില്ല, അതിൻ്റെ സൊല്യൂഷൻസ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ ബ്ലോക്കായിട്ട് നിൽക്കുകയാണ്, ഈ ഡബിൾ എനർജി വന്നിട്ട് ബ്ലോക്കായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ റീസണാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഒരേപോലെ രണ്ട് ഭാഗത്തു നിന്ന് ഒരേപോലെ ചിന്താഗതി ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്കൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് വരുള്ളൂ. 9 ഓഫ് കപ്സ് ആണ്. എഗെയിൻ സ്നേഹമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമാണ്, നല്ല രീതിക്ക് സ്നേഹമാണ്. പക്ഷേ ഇതൊന്ന് സ്ട്രോങ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഒരേ പാത്തിലായിരിക്കണം. അവർ പോസിറ്റീവ് ആകുമ്പോൾ നിങ്ങൾ നെഗറ്റീവ് ആകുക, നിങ്ങൾ പോസിറ്റീവ് ആകുമ്പോൾ അവരുടെ സിറ്റുവേഷൻ വേറെ ആവുക. അങ്ങനെ ആവാതെ ഒരേപോലെ എപ്പോഴാണോ നിങ്ങളൊരു പാത്തിലേക്ക് വരുന്നത്, ഒരേപോലെയുള്ള എനർജിയിലേക്ക് വരുന്നത്, അപ്പോഴാണ് നിങ്ങൾക്കൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ്, അതായത് സന്തോഷകരമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരിക. അപ്പോൾ സമയം ഇപ്പോൾ അനുകൂലമല്ല, പക്ഷെ നിങ്ങൾ ഇതിനെ തരണം ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ, റെസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എളുപ്പം വന്ന് ചേരുന്നതാണെന്നുള്ള രീതിയിലാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള റീഡിംഗ്. റിയൂണിയൻ പോസിബിലിറ്റി യെസ് തന്നെയാണ്, പക്ഷെങ്കിൽ അത് ഡിലേ ആയിട്ട് കാണിക്കുന്നു. അതിൻ്റെ റീസൺ നിങ്ങൾ തന്നെയാണെന്നുള്ളതാണ്. സൊല്യൂഷൻ ഹീൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള റീഡിംഗ് ഇതാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എടുക്കുക, അതുപോലെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എടുക്കുക കേട്ടോ. ഇനി ഗ്രൂപ്പ് നമ്പർ
2ൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. ഗൈഡൻസും അതുപോലെ സൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഗ്രൂപ്പ് നമ്പർ 2 ഈ കാർഡായിരുന്നു. സോ നിങ്ങൾക്കുള്ള കമ്മിറ്റ്മെൻറ്റ് കാര്യങ്ങൾ എന്താണ്, പേഴ്സൺ എനർജി, നിങ്ങളുടെ എനർജി എന്നൊക്കെ ഉള്ളത് നോക്കാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഗ്രൂപ്പ് നമ്പർ 2 ഈ കാർഡ് ചൂസ് ചെയ്ത ആളുകൾ വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. ഒന്ന് ബ്രീത്തിങ് ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്യുക. എന്നിട്ട് റീഡിങ് കാണാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി, ഓവറോൾ എനർജി. വെയിറ്റിംഗ് ഗെയിമാണ്. നിങ്ങളുടെ എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ വന്നിട്ടുള്ളത് ദ വെയിറ്റിംഗ് ഗെയിമാണ്. ഓക്കെ, ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ഗ്രൂപ്പ് നമ്പർ 2 ചൂസ് ചെയ്തവർ. അതായത് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവില്ലായിരിക്കും, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇപ്പോഴും സ്ട്രോങ് ആയിരിക്കില്ല. ഒരു വെയിറ്റിംഗ് ഗെയിം എന്ന് പറയുമ്പം വരുന്നു, പോകുന്നു, സ്റ്റോപ്പ് ആകുന്നു, എഗെയിൻ അതൊന്നും കൂടി റിയൂണിയൻ ആകുന്നു, പിന്നെയും സ്റ്റോപ്പ് ആകുന്നു. അങ്ങനെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാകാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണിത്. നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം അതിന് റീസൺ ആയിട്ട് നിൽക്കുന്നത്. അതായത് നിങ്ങളുടെ വ്യക്തി ആയിരിക്കും വരുന്നതും പോകുന്നതും. ഇപ്പം നിർത്താമെന്ന് പറഞ്ഞ് നിർത്തും, അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ പിന്നെയും വരുന്നുണ്ടാകും, അത് അവർ തന്നെ വരും, പിന്നെയും അവർ തന്നെ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അങ്ങനെ ഒരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തിയുടേത് കാണുന്നത്. ആൻഡ് നിങ്ങളുടെ എനർജി നോക്കുമ്പം സ്പിരിച്വൽ പ്രോസ്പിരിറ്റിയും മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പിരിറ്റിയും ഹേർട്ട് ചക്രയാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങളുടെ എനർജീനകത്ത് കൂടുതലും സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ആളുകളെയാണ് കാണിക്കുന്നത്. ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് പോലെ കളിക്കുന്ന ഒരു വ്യക്തി റീസൺ ആയിരിക്കാം നിങ്ങൾ സ്പിരിച്വാലിറ്റി ആയിട്ടുണ്ടാവുക. അതായത് ഇപ്പം നിങ്ങൾ കൂടുതലും നിങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്നുണ്ടാകുക. നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ദാറ്റ് മീൻസ് ഒരു സ്പിരിച്വാലിറ്റി കണക്റ്റ് ആവുക. ഓക്കെ, ഒരാൾ ഒരുപാട് തവണ കളിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ആവശ്യമുള്ളപ്പോൾ വരുന്നു, അല്ലാത്ത സമയത്ത് അവരുടെ ആവശ്യം വരുമ്പോൾ അവർ പോകുന്നു എന്ന് നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞ് കഴിയുമ്പം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചു തുടങ്ങും. എന്തിനും നമ്മൾ മറ്റുള്ളവർക്ക് പ്രിയോറിറ്റി കൊടുത്തു തുടങ്ങണം, അല്ലെങ്കിൽ നമ്മൾ സെൽഫ് ലവിലേക്ക് പോവുകയാണ്, നമുക്ക് പ്രിയോറിറ്റി കൊടുക്കുകയാണ്, നമുക്ക് വാല്യൂ കൊടുത്തു തുടങ്ങും. അപ്പം അങ്ങനെയുള്ള എനർജിയാണ് ഗ്രൂപ്പ് നമ്പർ 2 ചൂസ് ചെയ്തവരത് കാണുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴും ഇമോഷണലി നിങ്ങൾ ഡൗൺ ആവുന്നുണ്ടാകാം, ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ എനർജി ബേസ് നിങ്ങൾ ഡൗൺ ആവുന്നുണ്ടാകാം. പക്ഷേ ചേഞ്ചുകൾ കൊണ്ടുവരുന്നുണ്ട്, നിങ്ങൾ തന്നെ സ്വയം ചേഞ്ചുകൾ എടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ എനർജി കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രേ നിങ്ങൾക്ക് വന്നിട്ടുള്ളൂ നിങ്ങളുടെ പേഴ്സൺ എനർജിയിൽ. നിങ്ങൾക്ക് എപ്പോഴാണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് കിട്ടുക, ഒരു റിയൂണിയൻ പോസിബിലിറ്റി എന്താ എന്നുള്ളത് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 2 പേജ് ഓഫ് കപ്സ് ആണ് എനിക്ക് ആദ്യം തന്നെ കിട്ടിയത്. ക്യൂൻ ഓഫ് സോർട്സ് കിട്ടിയിട്ടുണ്ട് സെക്കൻഡ് വന്നിട്ട്. കമ്മ്യൂണിക്കേഷൻ ആണ് കൂടുതലും കാണിക്കുന്നത്. 4 ഓഫ് വാൻസ് എനിക്കിവിടെ റിവേഴ്സ്ഡ് ആണ് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു പോസിറ്റീവ് കാർഡ് എനിക്കിവിടെ റിവേഴ്സ്ഡ് ആണ് കിട്ടിയിട്ടുള്ളത്. ഫൈനലി 10 ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്, വളരെ പോസിറ്റീവ് കാർഡാണ്. സോ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ളൊരു റിയൂണിയൻ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് മനസ്സിലാക്കാൻ, നിങ്ങളിപ്പോൾ ബ്രേക്കപ്പ് സിറ്റുവേഷൻ സ്റ്റിൽ ഇപ്പോൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു
ജസ്റ്റിസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഈ ഒരു ഓൺ ആൻഡ് ഓഫ് മാറി ഈ ഒരു വെയിറ്റിംഗ് ഗെയിമിൽ നിന്നും നല്ല രീതിക്കുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് മൂവ് ചെയ്യാൻ പോവാണ് എന്നുള്ളതാണ് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ കാണുന്നത്. വെൽത്തി ആവുക, റിലേഷൻഷിപ്പ് നല്ല ഹെൽത്തി ആവുക, വെൽത്തി ആവുക, ഒരു ഫാമിലി പോലെ ആവുക, അതായത് സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് ആണ്. പക്ഷേ അതിനു മുൻപേ ഇപ്പോഴത്തെ ഒരു എനർജിയിൽ നിങ്ങൾക്കുള്ള പ്രശ്നം എന്താണ് എന്നുള്ളത് മെയിൻലി ഇവിടെ കാണിക്കുന്നത് കമ്മ്യൂണിക്കേഷനാണ്. ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരിക്കാം. ഇപ്പം ഇന്ന് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇന്ന് ഒരുപാട് സംസാരിച്ചു, പക്ഷെ അതേ രീതി നാളത്തേക്ക് ഇല്ല. നാളത്തേക്ക് നോക്കുമ്പം കമ്മ്യൂണിക്കേഷൻ അവിടെ ഇല്ല. അല്ലെങ്കിൽ രണ്ടു പേർക്കും എന്തെങ്കിലും തിരക്ക് കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരാൾ അതിൻ്റെ പേരിൽ മാറി നിൽക്കുന്നതായിരിക്കാം. എന്തൊക്കെയോ റീസൺ ബേസ് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ കുറവാണ്. സോ ഇവിടെ നിങ്ങൾക്ക് വേണ്ട കാര്യം കമ്മ്യൂണിക്കേഷനാണ്. എപ്പോഴാണോ നിങ്ങൾ ഈ പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലേക്ക് വരുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഫൈനലി വന്നിട്ടുള്ള 10 ഓഫ് പെൻഡക്കിൾ ആണ്. ഇതൊരു പൂർത്തീകരണത്തിൻ്റെ കാർഡാണ്, ഒരു ഫുൾഫിൽമെൻ്റ് ആണിത്. പുതിയൊരു ഫാമിലി അല്ലെങ്കിൽ പുതിയൊരു ലവ് ഉണ്ടാവുന്നതാണ്, സക്സസ് ആണ് കാണിക്കുന്നത്, സെക്യൂരിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ആണ്. സോ ഇവിടെ എത്തും. പക്ഷെങ്കിൽ അതിന് മുൻപേ നിങ്ങൾ ഈ കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് ഇങ്ങനെ വരണം. അത് വരുന്നതേ ഉള്ളൂ. ഇപ്പോഴും ആ വെയിറ്റിംഗ് ഗെയിമിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? കമ്മ്യൂണിക്കേഷൻ വേണം എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നവരാണ് ഈ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ആവുന്നതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്ട്രഗിളിങ് എന്തെങ്കിലും വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേഷൻ കാരണമാണ്, കമ്മ്യൂണിക്കേഷൻ്റെ അപാകത കാരണമാണ്. അത് പ്രോപ്പറായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി വരും. കാരണം ഫ്യൂച്ചറിലേക്ക് യൂണിവേഴ്സ് നിങ്ങളുടെ കാര്യത്തിലുള്ള തീരുമാനം ആ ഒരു വെയിറ്റിംഗ് ഗെയിം അവസാനിച്ച് അതൊരു ഫുൾഫിൽമെൻറ്റിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ്. ജസ്റ്റിസ് കിട്ടും എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഒരു ക്ലിയർ മൈൻഡ് വരും, ജസ്റ്റിസ് കിട്ടും കമ്മ്യൂണിക്കേഷൻ വന്നതിൻ്റെ ശേഷം. അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു പോസിറ്റീവ് കാർഡ് നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് കിട്ടിയത് 4 ഓഫ് വാൻഡ്സ് ആയിരുന്നു. ഇപ്പോൾ പേഴ്സണൽ സെലിബ്രേഷൻ കൊണ്ട് നടക്കുന്നത് കൊണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പ് ഭയങ്കര കോൺഫ്ലിക്റ്റ് ആയിട്ട് തോന്നുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പരസ്പരമുള്ളൊരു സപ്പോർട്ടില്ലായ്മ, ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് ആയി പോവുക. അതാണ് പറഞ്ഞത്, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിലല്ലേ അത് കറക്റ്റായിട്ടൊരു ഒത്തൊരുമയിൽ പോകുള്ളൂ. ഒരു ഒത്തൊരുമയില്ല. അത് മെയിൻലി കമ്മ്യൂണിക്കേഷൻ കാരണമാണ്. സപ്പോർട്ടില്ലാത്തൊരു പ്രശ്നമാണ് കാണുന്നത്. അത് നിങ്ങളുടെ ഭാഗത്തായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്തായിരിക്കാം. മനസ്സിലാക്കുക, നിങ്ങളുടെ ഭാഗത്താണ് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉള്ളതെങ്കിൽ നിങ്ങളത് തിരുത്തുക. ഈ റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് കമ്മിറ്റ്മെൻറ്റിലേക്ക് വരണം, നല്ല റീയൂണിയൻ ആവണം എന്നൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങളതിൽ മാറ്റം വരുത്തുക. ഇപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ജസ്റ്റിസിലേക്ക് വന്നോളൂ. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്കുള്ളതും വളരെ പോസിറ്റീവായിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ആണ് ഗ്രൂപ്പ് നമ്പർ 2. ഇനി നമ്മൾക്ക് ഗ്രൂപ്പ് നമ്പർ 3ൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. മനസ്സിലാക്കുക, ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക, അതുപോലെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എടുക്കുക. ഗ്രൂപ്പ് നമ്പർ 3ൻ്റെ റീഡിങ് നോക്കാം. ഈ കാർഡ് ചൂസ് ചെയ്തവരാണ് ഗ്രൂപ്പ് നമ്പർ 3. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആൻഡ് നിങ്ങളുടെ എനർജി നോക്കാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി? യൂണിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു കാർഡും കൂടി എടുക്കാം. ഹെഡേക്ക് ആൻഡ് ലോസ്. ഇനി നിങ്ങളുടെ എനർജി നോക്കാം. ന്യൂ ബിഗിനിങ്, സ്പിരിച്വൽ യൂണിയൻ. ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ ആദ്യം വന്നിട്ടുള്ളത് യൂണിവേഴ്സ് എന്ന കാർഡാണ്. സോ നിങ്ങളുടെ പേഴ്സൺ എനർജി നോക്കുന്ന സമയത്ത് യൂണിവേഴ്സ് എന്ന് പറയുമ്പം
ഇവിടെ സ്പിരിച്വൽ യൂണിയൻ എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിലൊരു സോൾ കണക്ഷൻ അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം കണക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കാം. അതായത് പിരിഞ്ഞു പോവാൻ പറ്റാത്ത കണക്ഷൻ. ഇപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ, ഓൺ ആൻഡ് ഓഫ് ആയിക്കോട്ടെ, ബ്രേക്കപ്പ് ആയിക്കോട്ടെ, അങ്ങനെ എന്താണെങ്കിലും മനസ്സിലാക്കുക നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. സോ സ്പിരിച്വൽ യൂണിയൻ വന്നതുകൊണ്ട് തന്നെ ഒരിക്കലും സെപ്പറേറ്റഡ് ആയി പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല ഇത്. നിങ്ങൾ എങ്ങനെ പോയാലും ബ്രേക്കപ്പ് ആണെങ്കിലും റിയൂണിയൻ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക, കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക. യൂണിവേഴ്സ് ആണ് ഇതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആൾ. സോ യൂണിവേഴ്സ് ആണെങ്കിൽ അത് ഒരു കണക്ഷൻ ആണ്, സ്ട്രോങ് കണക്ഷൻ ഉണ്ടാകും. ട്വിൻ ഫ്ലെയിം ആയിരിക്കാം, അല്ലെങ്കിൽ സോൾ കണക്ഷൻസ് ആയിരിക്കാം, പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആയിരിക്കാം, ഓക്കെ, സോൾമേറ്റ് ഒക്കെ ആയിരിക്കാം. നിങ്ങളുടെ എനർജിയിലൂടെ ന്യൂ ബിഗിനിങ് ആണ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് പുതിയ തുടക്കം, നിങ്ങൾക്ക് ഇപ്പം സമയം അനുകൂലമാണ് എന്നുള്ള രീതിയിലാണ്. മേ ബി ഗ്രൂപ്പ് നമ്പർ 3 സെലക്ട് ചെയ്ത ആളുകൾ നല്ല രീതിക്ക് റിലേഷൻഷിപ്പ് പോകുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ പിന്നെയും ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് പിന്നെയും സന്തോഷത്തിലേക്ക് വന്നിട്ടുണ്ടാകാം. ഓക്കെ, ഇനി വന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കതുണ്ട്. കാരണം ഇത് യൂണിവേഴ്സിൻ്റെ തീരുമാനമാണ്. പുതിയ തുടക്കം അതാണ് നിങ്ങളുടെ എനർജിയിൽ ഇപ്പോൾ കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ യൂണിവേഴ്സാണ് കാണിക്കുന്നത്. കാരണം ഇത്രയും നാളും പാസ്റ്റിൽ മീൻസ് കഴിഞ്ഞു പോയതിൽ ഒരുപാട് സ്ട്രഗിളിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പം യൂണിവേഴ്സായിട്ട് ഇടപെട്ടിട്ടുണ്ട്. കാരണം നിങ്ങളുടെ പേഴ്സൻ്റെ ഹെഡേക്ക് ആൻഡ് ലോസ് എന്ന കാർഡോട് വന്നിട്ടുണ്ട്. അത് ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ എടുത്തതായിരുന്നു. ഈ ഒരു എനർജിയിൽ ഇരുന്നിട്ടുള്ള പേഴ്സൺ ഇപ്പം ചേഞ്ച് വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ യൂണിവേഴ്സാണ്. ഓക്കെ, അത് മേ ബി മെച്ചുവേർഡ് അല്ലാത്ത ഒരാളെ മെച്ചുവേർഡ് ആക്കുക, പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, ലെസൺസ് കൊടുക്കുക, അതിനനുസരിച്ച് അവർ ചേഞ്ച് വരും അവരുടെ ലൈഫിൽ. അപ്പം അതായത് നമ്മൾ ഒരുപാട് ചെയ്യുമ്പം കർമ്മ കിട്ടുക എന്നൊക്കെ പറയില്ലേ, ആ രീതിക്കൊക്കെ മേ ബി സോൾ കണക്ഷൻ എന്ന് പറയുമ്പം ട്വിൻ ഫ്ലെയിം ഒക്കെ ആണെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് പല കാര്യങ്ങളും പഠിപ്പിച്ചു തരും, പലതിലൂടെ മൂവ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത് തന്നെയാണ് നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി അങ്ങനെയാണ് കാണുന്നത്. ഇനി ഇതിൽ കൂടുതൽ നമുക്ക് ക്ലാരിറ്റി കാര്യങ്ങളൊന്നും വേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ്, റിയൂണിയൻ കാര്യങ്ങൾ ഒക്കെ ഒന്ന് നോക്കാം. വെയിറ്റിംഗ് എനർജിയാണിത്. സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പ് തിരിച്ചെടുക്കാൻ. ഇത് നിങ്ങളായിരിക്കാം മേ ബി കഷ്ടപ്പാട് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഒന്ന് നല്ല രീതിക്ക് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാകുക എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് നല്ലതാകാമെന്ന് കാണുന്നുണ്ട്. ഹെർമിറ്റാണ്, എഗെയിൻ സ്പിരിച്വാലിറ്റി ആണ്, യൂണിവേഴ്സിൻ്റെ ഇടപെടലാണ് കാണിച്ചു തരുന്നത്. ഒരാൾ ഇതിൽ നിന്ന് പിന്മാറി നിന്നിട്ടുണ്ടാകാം. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ റിലേഷൻഷിപ്പ് അത്രയും സ്ട്രോങ് ആണ്, നിങ്ങളാണ് പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ടൈമാണിത്. സമയം അനുകൂലമാകുന്നു എന്നുള്ളതാണ്, വളരെ പോസിറ്റീവാണത്. ദ ലവേഴ്സ് കാർഡാണിത്. നിങ്ങൾക്ക് സോൾ കണക്ഷൻ എഗെയിൻ കാണിച്ചു തരുന്നതാണ്. ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് സൺ കാർഡാണ്, അതും സോൾ കണക്ഷൻ കാണിച്ചു തരുന്നതാണ്. ഇപ്പം നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ചേസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അവരെ റൺ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, എന്തോ ആയിക്കോട്ടെ, ഇവിടെ നിങ്ങളെ യൂണിവേഴ്സ് തന്നെ ഒന്നിപ്പിക്കും എന്നുള്ളതാണ്. കാരണം ഇവിടെയുള്ളത് ഒരു സോൾ കണക്ഷനാണ്. ഓക്കെ, അത് ട്വിൻ ഫ്ലെയിം ആകാം, അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും സോൾമേറ്റ് ആകാം, എങ്ങനെ വേണമെങ്കിലും ആകാം. അതുകൊണ്ട് നിങ്ങൾ എത്ര എഫേർട്ട് എടുത്താലും എഫേർട്ട് എടുത്തില്ലെങ്കിലും ഇനിയിപ്പോൾ ഒരുപാട് വെയിറ്റ് ചെയ്താലൊക്കെ അതിന് അർത്ഥമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അത് നിങ്ങളിൽ തന്നെ വന്നു ചേരും എന്നുള്ളത്. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള മെസ്സേജാണ്. ഇവിടെ ഗൈഡൻസ് ആയിട്ട് ആകെ തരാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരുപാട് ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേണ്ട, ആ ചേസിങ് അങ്ങ് നിർത്തിക്കളയാം. നിങ്ങൾ ചേസ് ചെയ്ത് ഒരുപാട് പോകുന്നുണ്ടെങ്കിൽ അത് അവർക്ക് മനസ്സിലാക്കാനുള്ള ടൈം നിങ്ങൾ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പം ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള റീഡിങ് ഇതാണ്. റെസനേറ്റ് ആവുന്നത് എടുക്കുക, റെസനേറ്റ് ആവുന്നത് എടുക്കുക, നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് എടുക്കുക. അപ്പോൾ റീഡിങ് ഇത്രയേ ഉള്ളൂ. റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.